ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യയായ ജാമ്പവതി അദ്ദേഹത്തോട് കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. കാരണം അവർക്കെല്ലാം വ്രതം മുറിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു തനിക്ക് കൊട്ടാരത്തിലേക്ക് വരാൻ സാധിക്കില്ലെന്നും തന്റെ കാൽപാദങ്ങളിൽ വലിയ പൊള്ളലുകൾ വന്നിരിക്കുന്നതിനാൽ കഠിനമായ വേദനയുണ്ടെന്നും അറിയിച്ചു. അതുകേട്ട് എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ നാരദ മഹർഷി അതുവഴി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പ്രഭു, അങ്ങ് ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ കാൽപാദങ്ങൾ പൊള്ളിയത്? അതേസമയം ശ്രീകൃഷ്ണന്റെ മകനായ സാമ്പൻ അവിടേക്ക് വന്നു പറഞ്ഞു, ക്ഷമിക്കണം പിതാവേ, ഞാൻ വൈകിയതിന് കാരണം രാധയാണ്. അവർ ഞങ്ങളോടൊപ്പം വ്രതം നോക്കിയെന്ന് കള്ളം പറഞ്ഞു. പക്ഷെ അത് സത്യമല്ല. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് രാധ ചുട്ടുപൊള്ളുന്ന പാൽ കുടിക്കുന്നത്. ഞാൻ അവരോട് പാൽ കുടിക്കുന്നതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു, കണ്ണന്റെ വിശപ്പ് മാറ്റാനാണ് ഞാൻ ഈ പാൽ കുടിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് കാര്യം മനസ്സിലായി. രാധ ചുട്ടുപൊള്ളുന്ന പാൽ കുടിച്ചത് കൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങൾ പൊള്ളിയത്. കാരണം രാധയും കൃഷ്ണനും തമ്മിലുള്ള ആത്മബന്ധം അത്രത്തോളം ആഴമേറിയതായിരുന്നു. രാധയ്ക്ക് വേദനിക്കുമ്പോൾ ശ്രീകൃഷ്ണനും ആ വേദന അനുഭവപ്പെട്ടിരുന്നു. രാധേ രാധേ.